തൊഗാഡിയുടെ നാവിനോട് ഉപമിച്ച ആളാണ് പിണറായി വിജയൻ. അപ്പൊ ആ കാലാന്തരങ്ങളിലുള്ള ആ മാറ്റത്തെക്കുറിച്ച് ഞാനൊന്ന് സൂചിപ്പിച്ചു എന്നുള്ള ഒരു ഉദാഹരണം കൊണ്ട്, വെള്ളാപ്പള്ളിയല്ല ഇവിടുത്തെ ടോപ്പിക് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു താങ്കളെ. മനസ്സിലായ പിന്നെ 15 വെള്ളാപ്പള്ളി നടേശൻ RSSന്റെ നാവ് കടമെടുത്ത് പ്രസംഗിച്ചയാളാണ് എന്ന് പറഞ്ഞ പിണറായി വിജയന് ഇന്ന് ഗുരുവിന്റെ പാത അതേപടി പിന്തുടരുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയാൻ പറ്റുന്ന കാലമാണ്. അതുകൊണ്ട് അതിന് പറ്റിയ ഒരു സ്ഥലമുണ്ട്, സേഫ് പ്ലേസ്. എത്ര പെട്ടെന്നാണ് താങ്കൾ അടിസ്ഥാനരഹിതമായി ഒരു വിഷയത്തെ വളച്ചൊടിക്കുന്നത്? അല്ല, നീ അങ്ങനെ പറയരുത്. ഗുരുവിന്റെ പാത പിന്തുടർന്ന ആളാണ് വെള്ളാപ്പള്ളി എന്ന് മുഖ്യമന്ത്രി എവിടെയാണ് പറഞ്ഞത്? ആ പ്രസംഗത്തിന്റെ ഫുൾ ടെക്സ്റ്റ് എന്റെയിലുണ്ട്, ഞാൻ താങ്കൾക്ക് അയച്ചു തരാം. മനസ്സിലാക്കി കളഞ്ഞല്ല. കണ്ടോ പഴയ കാര്യം ഞാൻ ഏതാണ്ട് കയറി പറയുന്ന ദൈവം. ഇല്ല, ഇതെന്നല്ല, മീഡിയ എത്രയോ കാര്യങ്ങളിൽ പിണറായി വിജയന്റെ പ്രതികരണത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിണറായി വിജയൻ അത് പറയുന്നില്ല ഇത് പറയുന്നില്ല എന്ന് എത്രയോ കാര്യങ്ങളിൽ നിരന്തരം അദ്ദേഹത്തെ ആക്രമിച്ചിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഡ്രിപ്പ് കൊടുത്താൽ മതി, ശരിയായിക്കോളും. എങ്കിൽ കൊടുക്കണം, 1 2 കൊടുക്കണം. എനിക്ക് എതിർപ്പില്ല. പക്ഷെ ഇവിടെ ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയന് 2 വാക്ക് മിണ്ടാം, പക്ഷെ മിണ്ടുന്നില്ല. അതാണ് ഞാൻ ചോദിച്ചത്. രാഷ്ട്രീയപരമായ പരിമിതിയാണ്. അറിയിക്കാൻ പറ്റില്ല, പോലീസിലും അറിയിക്കാൻ പറ്റില്ല. അറിയിക്കേണ്ടതിനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. എന്തെങ്കിലും ഒന്ന് പറ. അദ്ദേഹത്തിനെ കൊണ്ട് മറുപടി പറയിപ്പിക്കാൻ മാധ്യമങ്ങൾ ഇടപെട്ടുകൊണ്ട് കഴിയില്ല. അദ്ദേഹം തീരുമാനിച്ചതിന് മറുപടി പറയുന്ന ആളാണ്. ഒരു കാര്യത്തിൽ മറുപടി പറയാതെ പോയിട്ടുമില്ല. അത് എന്തെങ്കിലും ഒന്ന് പറ കൊച്ച്. ഹലോ ഇനി വഴക്ക് വേണ്ടേ വേണ്ട.